വാർത്തകൾ വിശദമായി 4 മണിക്കുള്ളിൽ 5 കോടി പിഴ ഒടുക്കണമെന്ന് ശ്രീ രവിശങ്കറിന് ഹരിത ട്രിബ്യൂണലിന്റെ താക്കീത്. പിഴ ഒടുക്കിയില്ലെങ്കിൽ പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്നും ട്രിബ്യൂണൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കർ ചേരുന്നു. മനു, ഇപ്പോൾ ട്രിബ്യൂണൽ അനുവദിച്ച സമയം ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? നിലവിൽ ആർട്ട് ഓഫ് ലിവിംഗ് അഭിഭാഷകരൊന്നും ഇത് സംബന്ധിച്ച് പിഴ ഒടുക്കാൻ സമ്മതമാണ് എന്നൊരു അറിയിപ്പ് ഇതുവരെ ട്രൈബ്യൂണൽ മുമ്പാകെ അറിയിച്ചിട്ടില്ല. നിലവിൽ ഈ കേസിൽ ഇപ്പോൾ ട്രൈബ്യൂണൽ പ്രത്യേക ബെഞ്ച് വാദം കേൾക്കുകയാണ്. നിലവിൽ 5 കോടി രൂപ 4 മണിക്ക് ഈ വാദം കേൾക്കുന്ന ഈ സമയത്ത് തുക അടയ്ക്കണമെന്നും തുടർന്ന് പിഴ അടച്ചാൽ മാത്രമേ നാളെ നടത്തേണ്ട സമ്മേളന പരിപാടിക്ക് അനുമതി നൽകുമെന്നുമായിരുന്നു NGT അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ നിലവിൽ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടന പിഴ അടച്ചിട്ടില്ല. അതിനാൽ തന്നെ പിഴയടയ്ക്കാൻ തയ്യാറല്ലെന്ന് ഈ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന ശ്രീ രവിശങ്കർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്ത് നിയമ നടപടികളും തങ്ങൾ നേരിടാൻ തയ്യാറാണ്, ജയിലിൽ വരെ പോകണമെങ്കിൽ അതും നേരിടാൻ തയ്യാറാണ് എന്നാണ് ശ്രീ രവിശങ്കർ അറിയിച്ചിരുന്നത്. അതിനാൽ തന്നെ NGT ഉത്തരവ് ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടന പാലിക്കുന്നില്ല എന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ ഇത് സംബന്ധിച്ച് ഈ നാളെ നടത്തേണ്ട സമ്മേളന പരിപാടിക്ക് അനുമതി നിഷേധിക്കുമോ എന്നത് സംബന്ധിച്ച് NGT ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും. അതേസമയം ഈ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടന തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട് എന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ NGT അനുമതി നിഷേധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയാൽ ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചേക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടനയുടെ അഭിഭാഷകർ നമുക്ക് നൽകുന്ന സൂചനകൾ. അതിനാൽ തന്നെ NGT ഉത്തരവിനെ സുപ്രീം കോടതിയിലൂടെ മറികടക്കാനാകും നിയമസാധ്യതകളും മറ്റും ഉണ്ട് എന്നാണ് ആർട്ട് ഓഫ് ലിവിംഗ് സംഘടനയുടെ അഭിഭാഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനാൽ തന്നെ സ്വാഭാവികമായും ഇവർ പിഴ അടച്ചേക്കില്ല എന്നാണ് അറിയുന്നത്. സോമി, മനു ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നയാ പൈസ പോലും പിഴയൊടുക്കില്ല എന്നാണ് ആർട്ട് ഓഫ് ലിവിംഗ് അധികൃതർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആർട്ട് ഓഫ് ലിവിംഗ് നാളെ നടത്താനിരിക്കുന്ന ആ പരിപാടിക്ക് സ്റ്റേ വരാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? നിലവിൽ 2006 വിജ്ഞാപനത്തിന്റെ ലംഘനമായാണ് ഈ പ്രത്യേകിച്ച് യമുന നദീതീരം, അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഈ യമുന നദീതീരം നിരപ്പാക്കി കൃഷിസ്ഥലങ്ങൾ മറ്റും നശിപ്പിച്ചുകൊണ്ട് വേദി പണിതത്. ഇതിന് വേണ്ട രീതിയിൽ ധർമ്മം നിർവഹിക്കാത്തതിന് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് 5 ലക്ഷം രൂപയും ഡൽഹി മലിനീകരണ കമ്മിറ്റിക്ക് 1 ലക്ഷം രൂപയും ഇതിനൊപ്പം NGT തന്നെ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയും ഒപ്പം ഡൽഹി മലിനീകരണ കമ്മിറ്റിയും NGT മുമ്പാകെ അറിയിച്ചിരിക്കുന്നത് ആദ്യം ആർട്ട് ഓഫ് ലിവിംഗ് സംഘടന 5 കോടി രൂപ പിഴ അടയ്ക്കട്ടെ, അതിനുശേഷം തങ്ങൾ അടയ്ക്കാമെന്നാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാട്. എന്നാൽ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടനയാകട്ടെ തങ്ങൾ പിഴ അടയ്ക്കില്ലെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നുമാണ് ശ്രീ രവിശങ്കർ അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഒരുപക്ഷെ NGT നാളെ ഈ പരിപാടിക്ക് നൽകേണ്ട അനുമതി അല്പസമയങ്ങൾക്കകം നിഷേധിച്ചുകൊണ്ടൊരു ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഉത്തരവ് വന്നാൽ സ്വാഭാവികമായും ആർട്ട് ഓഫ് ലിവിംഗ് സംഘടനയുടെ അഭിഭാഷകർ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കൂടി അറിയുന്നു. ഇതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്ന് ഈ NGT ഉത്തരവിന് സ്റ്റേ ആവശ്യമായ നിയമ സാധ്യതകൾ ഉണ്ട് എന്നുകൂടിയാണ് ഈ അഭിഭാഷകർ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയും ചെയ്തത്. അതിനാൽ തന്നെ ഒരുപക്ഷെ ഈ NGT ഉത്തരവിനെ പോലും സുപ്രീം കോടതിയിലൂടെ മറികടക്കാനാകും എന്ന കാര്യമാണ് ഇവർ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ NGTയിൽ നടത്തുന്നത്. ഇപ്പോൾ നിലവിൽ ഇതുവരെ ഇവർ ഒരു നയാ പൈസ പോലും പിഴയായി അടച്ചിട്ടില്ല. സോമി, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് വൻകിട പദ്ധതിയുടെ പേരിൽ വീണ്ടും വയൽ നികത്താൻ ഉത്തരവ്. കൊടിമത മൊബിലിറ്റി ഹബിന് വേണ്ടി നാട്ടകം വില്ലേജിലെ 125 ഏക്കറാണ് നികത്തുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നത് മുഖ്യമന്ത്രി ചെയർമാനായ സമിതിയാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കാറ്റിൽ പറത്തിയാണ് കോടിമത മൊബിലിറ്റി ഹബിനായി കോട്ടയം നാട്ടകം വില്ലേജിൽ വയൽ നികത്താൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. 100 മുതൽ 125 ഏക്കർ പാടം പദ്ധതിക്കായി സ്വന്തം ഇഷ്ടപ്രകാരം വിട്ടുനൽകുന്നവർക്ക് നൽകുന്ന വയലിന്റെ 50% നികത്തിയെടുക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. ജോസ് കെ മാണി MPയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം വൈറ്റില ഹബിന് സമാനമായ കോടിമത മൊബിലിറ്റി ഹബ്ബ് പദ്ധതി രൂപം കൊണ്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെയർമാനായ കോടിമത മൊബിലിറ്റി ഹബ് സൊസൈറ്റിയാണ് പദ്ധതിയുടെ നടത്തിപ്പുകാർ. 2015 നവംബർ 29 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗവേണിംഗ് ബോഡി യോഗത്തിലാണ് പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇതിന് പിന്നാലെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത
അപൂർവമായ ഉത്തരവിട്ടത്. പാടി ആക്ട് പ്രകാരം സംസ്ഥാനതല പരിശോധനാ സമിതിയുടെ അനുമതിയോടുകൂടി മാത്രമേ വൻകിട പദ്ധതികൾക്ക് നെൽവയൽ നികത്താൻ കഴിയൂ. എന്നാൽ പുറത്തിറങ്ങിയ ഉത്തരവിൽ ഇത്തരം അനുമതിയുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. ബസ് ടെർമിനൽ കോംപ്ലക്സ്, കൺവെൻഷൻ സെന്റർ, എക്സിബിഷൻ സെന്റർ, ക്രിക്കറ്റ് സ്റ്റേഡിയം, ഫാമുകൾ, മത്സ്യഫാമുകൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് നിർദ്ദിഷ്ട കോടിമത ഹബ്ബ് മുൻപോട്ട് വെക്കുന്നത്. 125 ഏക്കർ ഭൂമി ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴും പദ്ധതി പൂർത്തിയാക്കാൻ കുറഞ്ഞത് 250ഓളം ഏക്കർ ഭൂമി ആവശ്യം വരും. ലെസ്ലി ജോൺ, ഇടുക്കി. പൊതുജനങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് സ്വകാര്യ വ്യക്തികൾക്ക് വ്യവസായ ആവശ്യത്തിന് പാട്ടത്തിന് നൽകാമെന്ന് സർക്കാർ. വികസന മേഖലകളിൽപ്പെട്ട ഭൂമിയാണ് ഇത്തരത്തിൽ പാട്ടത്തിന് നൽകുക. ഭൂമി വിലയ്ക്ക് വാങ്ങിയും പാട്ടത്തിന് നൽകും. ഇതിനായി പുതിയ ചട്ടങ്ങൾ ഉൾപ്പെടുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വികസന മേഖലയുമായി ബന്ധപ്പെട്ട് 1968 കൊണ്ടുവന്ന ഉത്തരവിലാണ് വ്യവസായ വകുപ്പ് പുതിയ ചട്ടങ്ങൾ ഉണ്ടാക്കിയത്. 2013 ജൂൺ 10 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവ്. ഉത്തരവിൽ ജനുവരി 30 തീയതി കാണിച്ചിട്ടുള്ളത് എങ്കിലും കഴിഞ്ഞയാഴ്ചയാണ് ഇറങ്ങിയത്. സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സർക്കാരും കൈമാറിയ ഭൂമി, സർക്കാർ പാട്ടത്തിനെടുത്ത ഭൂമി എന്നിവയാണ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുക. ഇതിനായി ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക അതോറിറ്റി രൂപീകരിക്കും. വ്യാവസായിക ആവശ്യമെന്ന നിർവചനത്തിൽപ്പെടുന്ന ഏതാവശ്യത്തിനും ഭൂമി പാട്ടത്തിന് നൽകും. സാധനങ്ങളുടെ നിർമ്മാണം, ഉൽപ്പാദനം, ഹോട്ടൽ, ഗോഡൌൺ, പെട്രോൾ പമ്പുകൾ, കോൾഡ് സ്റ്റോറേജ് തുടങ്ങിയവയ്ക്കും ഭൂമി നൽകും. 30 വർഷത്തേക്കാണ് പാട്ടം. വ്യവസായ വികസന മേഖലയുടെ 5% അധികരിക്കാത്ത ഭൂമിയാകും സേവന വ്യവസായങ്ങൾക്ക് അനുവദിക്കുക. പാട്ടക്കരാർ പൂർണ്ണമായി പാലിച്ചാൽ അടുത്ത 30 വർഷത്തേക്ക് കൂടി പാട്ടം നീട്ടി നൽകും. ഫലത്തിൽ വികസന മേഖലയിൽ സർക്കാരിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സാധാരണക്കാരന്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിനുള്ള ലൈസൻസായി മാറും പുതിയ ഉത്തരവ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ത്യയുടെ 6ാമത് ഗതിനിർണയ ഉപഗ്രഹമായ IRNSS-1F ഇപ്പോൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗതി, പരിധി, നിർണയം എന്നിവയ്ക്കുള്ള 2 ശാസ്ത്രീയ ഉപഗ്രഹങ്ങളാണ് ഈ ഉപഗ്രഹത്തിൽ ഉണ്ടാവുക. The velocity that has been added to the vehicle is അവിടെനിന്നുള്ള around തത്സമയ 7.33 ദൃശ്യങ്ങളാണ് km/s, and the net velocity that it should impart for placing the satellite into an orbit of 284 by 20,650 will be of the order of 9.6 km/s. So right now the vehicle is in the coasting phase, where you don't have any thrust activity being performed by the rocket stages. The whatever energy has been gained by the launcher is being converted into potential energy. Vehicle is continuously in the ascent phase, and we are at an altitude of 154 kilometers, and the vehicle has moved a downrange of almost 1,700 kilometers. जी हाँ, IRNSS 1F को 284 किलोमीटर उपभू या पेरिजी और 20,657 किलोमीटर अपभू या जिसे हम एपोजी कहेंगे वाली दीर्घवृत्तीय उपभूतुल्यकालिक कक्षा या सब GTO. ഇന്ത്യയുടെ 6ാമത് ഗതിനിർണയ ഉപഗ്രഹമായ IRNSS-1F ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ചു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്ന എസ്റ്റേറ്റിന് കരമടയ്ക്കാൻ സർക്കാർ അനുമതി. നെല്ലിയാമ്പതിയിൽ പോപ്സ് ഗ്രൂപ്പിന്റെ കൈവശമിരിക്കുന്ന കരുണ എസ്റ്റേറ്റിന് കരമടയ്ക്കാനാണ് റവന്യൂ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. 833 ഏക്കർ വരുന്ന ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കണമെന്ന് റവന്യൂ വകുപ്പ് നിയോഗിച്ച സമിതി ശുപാർശ നൽകിയ ഭൂമിയാണിത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കോടതിയിൽ തർക്കം നിലനിൽക്കെയാണ് കരമടയ്ക്കാൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുൻപാണ് പോപ്സ് ഗ്രൂപ്പിന് അനുകൂലമായി ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. പോപ്സ് ഗ്രൂപ്പ് കൈവശം വച്ചിരിക്കുന്ന 833 ഏക്കർ ഭൂമിക്ക് 2015-2016 സാമ്പത്തിക വർഷത്തെ കരമടയ്ക്കാനാണ് അനുമതി. കരമടയ്ക്കാൻ കമ്പനി നൽകിയ അപേക്ഷയിലാണ് റവന്യൂ വകുപ്പിന്റെ നടപടി. പ്രസ്തുത ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കേണ്ടതാണെന്ന് സർക്കാർ നിയോഗിച്ച സമിതി 2014 കണ്ടെത്തിയിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ പോപ്സ് ഗ്രൂപ്പ് ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് തീർപ്പാക്കുന്നതിന് മുൻപ് ധൃതി പിടിച്ച് കരമടയ്ക്കാൻ എന്തിന് സർക്കാർ അനുമതി നൽകിയെന്നത് വിചിത്രമാണ്. 2014 കരുണ എസ്റ്റേറ്റിന് നികുതിയടയ്ക്കാൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയെങ്കിലും പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. കരമടയ്ക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് കാരണമാകുന്നില്ലെന്നും മറ്റു ചില കേസുകളിൽ കോടതി വിധിയുണ്ടെന്ന വിചിത്രവാദം നിരത്തിയുമാണ് കരമൊടുക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് 2 സീറ്റിനും 4 വോട്ടിനും വേണ്ടി കോൺഗ്രസ് BJP അവിശുദ്ധ സഖ്യം രൂപപ്പെടുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരായ തൊഴിലാളി സമരത്തിൽ നിന്നും INTUC വിട്ടുനിന്നത് ഈ കാരണത്താലാണ്. ഭൂപരിഷ്കരണ നിയമത്തെ UDF സർക്കാർ തെറ്റായി ഉപയോഗിച്ചുവെന്നും പിണറായി വിജയൻ പറഞ്ഞു.
കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ സമരം തീരുമാനിച്ചത്. എന്നാൽ എന്തുകൊണ്ട് INTUC സംസ്ഥാനത്ത് സമരത്തിൽ നിന്ന് മാറി നിന്നു എന്നതിനുള്ള മറുപടിയാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നൽകിയത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അവിശുദ്ധ ബന്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. 4 വോട്ടും ഏതാനും സീറ്റും കിട്ടുന്നതിന് വേണ്ടിയുള്ള അവിശുദ്ധ ബന്ധമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്നാണ് നാം അതിലൂടെ കാണേണ്ടത്. ഇതിൽ ജാഗ്രത പാലിക്കാൻ നമുക്ക് കഴിയും. ഭൂപരിഷ്കരണ നിയമത്തെ UDF സർക്കാർ തെറ്റായി ഉപയോഗിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംവരണത്തിന് വേണ്ടി ശബ്ദമുയർത്തിയവരെ പാട്ടിലാക്കുകയാണ് വെള്ളാപ്പള്ളിയുമായുള്ള കൂട്ടുകെട്ടിലൂടെ BJP ചെയ്തതെന്നും പിണറായി പറഞ്ഞു. സംവരണത്തിന് വേണ്ടി ശബ്ദമുയർത്തേണ്ടവരെ RSS പാട്ടിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തിക്കൊണ്ട് നടക്കുന്നത് എന്നതും നാം തിരിച്ചറിയണം. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചോദ്യം ചെയ്യുന്നവരെ ശാരീരികമായി ഉന്മൂലനം ചെയ്യുകയാണ് RSS രാജ്യത്ത് നടപ്പാക്കുന്നത്. ആരാധനാലയങ്ങളെ ആയുധപ്പുരകളാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നതായും പിണറായി കുറ്റപ്പെടുത്തി. ഹിന്ദു പാർലമെന്റ് വിശാല ഭൂരിപക്ഷ ഐക്യം ജനസഭയുടെ ഹിന്ദു സമൂഹവും മതേതര സങ്കല്പവും എന്ന സെമിനാറിലാണ് പിണറായി നിലപാട് വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF യോഗം തിരുവനന്തപുരം AKG സെന്ററിൽ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നിരിക്കുന്നത്. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? സോമി, LDF യോഗം 3 മണിയോടുകൂടി തിരുവനന്തപുരം AKG സെന്ററിൽ ആരംഭിച്ചു. പ്രധാനമായും ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ മുന്നണിക്ക് പുറത്തുള്ള LDFുമായി സഹകരിക്കുന്ന ആളുകൾ, LDFുമായി സഹകരിക്കുന്ന പാർട്ടികളെ ഏത് രീതിയിൽ സഹകരിപ്പിക്കണം എന്നുള്ളത് സംബന്ധിച്ചും ഇന്നത്തെ യോഗത്തിൽ ചർച്ചാ വിഷയം ആയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 20-ാം തീയതിയോടുകൂടി LDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കണം എന്ന ഒരു വികാരം എന്ന ഒരു നിലപാടാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ ഘടകകക്ഷികളുമായും പ്രത്യേകം ചർച്ച നടന്നിരുന്നു. അതിനുശേഷം ആണ് ഇപ്പോൾ LDF യോഗം ചേർന്നത്. ഏതെങ്കിലും തരത്തിൽ സീറ്റുകൾ വച്ചുമാറേണ്ടതുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസിസ് ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഉൾപ്പെടെ ഏത് രീതിയിലാണ് ഇവരെ സഹകരിപ്പിക്കേണ്ടത് തെരഞ്ഞെടുപ്പിൽ എന്നതടക്കമുള്ള വിഷയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. LDFിന് പുറത്ത് നിൽക്കുന്ന പല പാർട്ടികളുമുണ്ട്. അവരുമായി ഏതൊക്കെ സീറ്റുകൾ അനുവദിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. യോഗം ഇപ്പോഴും തുടരുകയാണ്. LDF യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. KG ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസുമായി 2011 ഉഭയകക്ഷി ധാരണ പ്രകാരമുണ്ടാക്കിയ കത്ത് ചോർന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ വഴി ചോർന്നതിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം കടുത്ത പ്രതിഷേധത്തിൽ. എന്നാൽ കത്ത് വലിയ ചർച്ചയാക്കേണ്ട സാഹചര്യമില്ലെന്നും തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗിന്റേതാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 2011 താമരശ്ശേരി രൂപതയുടെ താൽപര്യപ്രകാരം PK കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിക്ക് എഴുതി ഒപ്പിട്ട് നൽകിയ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാമെന്നാണ് കത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെയും താമരശ്ശേരി ബിഷപ്പിന്റെയും സാന്നിധ്യത്തിലാണ് ഉടമ്പടി തയ്യാറാക്കിയതെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കർഷക പ്രതിനിധിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. എന്നാൽ വളരെ നേരത്തെ തന്നെ തിരുവമ്പാടിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ച മുസ്ലിം ലീഗ് ഒരു സാഹചര്യത്തിലും സീറ്റ് വിട്ടു നൽകാനാവില്ലെന്ന നിലപാടിലാണ്. നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് മാധ്യമങ്ങളിലൂടെ ചോർന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇത്തരം വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നത് ജയസാരഥയെ ബാധിക്കുമെന്ന് മുസ്ലിം ലീഗ് കരുതുന്നു. കത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച മുസ്ലിം ലീഗിന്റെ നിലപാട് ആവർത്തിച്ചു. തിരുവമ്പാടി സീറ്റ് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് UDF നേതൃത്വവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് കത്തൊക്കെ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചാൽ മതിയല്ലോ. താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് 5 വർഷം പഴക്കമുള്ള കത്ത് പുറത്തുവിട്ടതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് സംശയിക്കുന്നത്. ഉടമ്പടി കത്ത് പുറത്തുവിട്ട് മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കാനുള്ള തന്ത്രം അണിയറയിൽ നടന്നതായി സംശയിക്കുന്നു. ഇതോടെ തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച് UDF കൂടുതൽ പ്രതിസന്ധിയിലായി. അടുത്ത ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റ് വിഭജന ചർച്ചയോടൊപ്പം കത്ത് ചോർന്ന വിഷയവും സജീവ ചർച്ചയാകുമെന്നുറപ്പാണ്. തിരുവനന്തപുരം ബ്യൂറോയോടൊപ്പം കോഴിക്കോട് നിന്നും സിജു കണ്ണൻ.
ലീഗിനുള്ള സീറ്റാണ് തിരുവമ്പാടിയെന്ന് VM സുധീരൻ പറഞ്ഞു. തിരുവമ്പാടി സീറ്റിൽ തർക്കമുന്നയിക്കുന്നത് ഉചിതമല്ല. കരുണ എസ്റ്റേറ്റ് വിഷയത്തിലെ അപാകത പരിഹരിക്കുമെന്നും VM സുധീരൻ പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഈ മാസം 19-ന് ദില്ലിയിൽ നിന്നുണ്ടാകും. ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥി പട്ടിക അതത് പാർട്ടികൾ ഈ മാസം 16, 17 തീയതികളിൽ തീരുമാനിക്കണം. UDF രണ്ടാംഘട്ട പ്രാഥമിക ചർച്ച ക്ലിഫ് ഹൗസിൽ നടന്നു. ഉച്ചയ്ക്ക് ശേഷം വിശദമായ ചർച്ച നടന്നു. യോഗ തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ജിതിൻ, കേൾക്കാമെങ്കിൽ. ജേക്കബ് വിഭാഗവുമായുള്ള ചർച്ചയാണിപ്പോൾ ഉഭയകക്ഷി ചർച്ചയാണിപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ചർച്ചയ്ക്ക് ശേഷം ഇറങ്ങി വന്ന ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുവരെയുള്ള ചർച്ച തൃപ്തികരമല്ല എന്നാണ്. ഇതുവരെയുള്ള ചർച്ചയിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല എന്നും ജോണി നെല്ലൂർ വ്യക്തമാക്കുന്നു. ചർച്ച തൃപ്തികരമല്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് 4 സീറ്റ് എന്ന ജേക്കബ് ഗ്രൂപ്പിന്റെ ആവശ്യം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ ഇത്തവണ അങ്കമാലി സീറ്റ് ജേക്കബ് ഗ്രൂപ്പിന് ലഭിക്കില്ല എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അതും കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ജോണി നെല്ലൂരിന്റെ വാക്കുകൾ. പിറവം, അങ്കമാലി, മൂവാറ്റുപുഴ, പുനലൂർ എന്നീ 4 സീറ്റുകളാണ് ജേക്കബ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് യാതൊരു ഉറപ്പും നിലവിൽ ജേക്കബ് ഗ്രൂപ്പിന് കിട്ടിയില്ല എന്നും ജോണി നെല്ലൂരിന്റെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അങ്കമാലി സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഉറച്ച നിലപാടെടുക്കുന്നു. അങ്കമാലി സീറ്റ് തവണ നൽകാനാകില്ല എന്ന കോൺഗ്രസ് ഉറച്ച നിലപാടെടുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹം ചർച്ച ഒരു തരത്തിലും തൃപ്തികരമല്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ തുടർച്ചയായി നാളെ വീണ്ടും ഇക്കാര്യത്തിൽ ചർച്ച നടക്കുമെന്നും ജോണി നെല്ലൂർ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും അങ്കമാലി നൽകാനാവില്ല എന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇപ്പോൾ ജേക്കബ് ഗ്രൂപ്പുമായുള്ള ചർച്ച കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ CMPയുമായാണ് ഉഭയകക്ഷി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. CMPയും ഇത്തവണ 2 സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു. എങ്കിലും കുന്നംകുളം സീറ്റ് CP ജോണിന് മത്സരിക്കാനായി കുന്നംകുളം സീറ്റ് നൽകിയാൽ CMP തൃപ്തരാകുമെന്ന ധാരണയാണ് കോൺഗ്രസിനുള്ളത്. അതിനുശേഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായും ഇന്ന് ചർച്ച നടക്കും. എന്തായാലും എല്ലാ കക്ഷികളും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഉഭയകക്ഷി ചർച്ചയെല്ലാം സങ്കീർണമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുൻകൂട്ടി കാണേണ്ടത്. എന്തായാലും ജേക്കബ് ഗ്രൂപ്പുമായുള്ള ചർച്ച കഴിഞ്ഞിരിക്കുന്നു. ഈ ചർച്ചയിൽ യാതൊരു തീരുമാനമാവാതെയാണ് ജേക്കബ് ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം മടങ്ങിപ്പോയിരിക്കുന്നത്. സോമി, ഘടകകക്ഷികളുമായുള്ള UDFന്റെ രണ്ടാംഘട്ട പ്രാഥമിക ചർച്ച ക്ലിഫ് ഹൗസിൽ നടന്നു. ജേക്കബ് ഗ്രൂപ്പുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞിരിക്കുന്നു. ചർച്ചയിൽ തീരുമാനമൊന്നും ആയില്ല. ചർച്ച നാളെ വീണ്ടും തുടരും. ഇപ്പോൾ CMPയുമായിട്ടുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ ആദരിക്കാൻ കൈരളി പീപ്പിൾ TV ഏർപ്പെടുത്തിയ 2ാമത് ഡോക്ടേഴ്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. സർക്കാർ സർവീസിൽ നിന്നും ഡോക്ടർ ഷാഹിർ ഷാ, സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് ഡോക്ടർ YS മോഹൻകുമാർ, സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർ PA ലളിത എന്നിവരാണ് അവാർഡിന് അർഹരായത്. മാർച്ച് 15-ന് തിരുവല്ലയിൽ നടക്കുന്ന ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ കണ്ടെത്താൻ കൈരളി പീപ്പിൾ TV ഇത് 2ാം തവണയാണ് ഡോക്ടേഴ്സ് അവാർഡ് ഏർപ്പെടുത്തുന്നത്. കേരള സർവകലാശാല മുൻ VCയും ന്യൂറോ സർജനുമായ ഡോക്ടർ B ഇക്ബാൽ, ജനകീയാരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ V രാമൻകുട്ടി, സൈക്കോളജിസ്റ്റ് T പാർവതി എന്നിവരടങ്ങിയ വിധി നിർണയ സമിതി ജനകീയ നാമനിർദ്ദേശത്തിലൂടെയാണ് അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. ഒരു സർക്കാർ ആശുപത്രിയുടെ എല്ലാ പരിമിതികളോടും പടവെട്ടി അത്യന്താധുനിക സേവനങ്ങൾ ഗ്രാമീണ മേഖലയിലെ ആരോഗ്യരംഗത്ത് ലഭ്യമാക്കിയതാണ് ഡോക്ടർ ഷാഹിർ ഷായെ അവാർഡിന് അർഹനാക്കിയത്. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടാണ് ഡോക്ടർ ഷാഹിർ ഷാ. വൻകിട ആശുപത്രികളിൽ മാത്രം കണ്ടുവരുന്ന വേദനരഹിത സാധാരണ പ്രസവം ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ നടപ്പാക്കുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ്. അത്യന്താധുനിക ലേബർ സ്യൂട്ട്, ഡയാലിസിസ് യൂണിറ്റ്, ക്യാൻസർ കെയർ പദ്ധതി, ഓക്സിജൻ യൂണിറ്റ് എന്നിവയെല്ലാം ഡോക്ടർ ഷാഹിർ ഷായാണ് ഇവിടെ നടപ്പിലാക്കിയത്. എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനിയെക്കുറിച്ച് ലോകത്തെ ആദ്യമായി അറിയിക്കുകയും അവരുടെ അതിജീവനത്തിന്റെ പാതയിൽ ഊർജം പകരുകയും ചെയ്ത ആതുര ശുശ്രൂഷകനാണ് ഡോക്ടർ YS മോഹൻകുമാർ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ എണ്ണമറ്റ പോരാട്ടങ്ങൾക്ക് വഴിവിളക്കായത് ഡോക്ടർ മോഹൻകുമാറിന്റെ ഇടപെടലുകളായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രിയ ഡോക്ടറാണ് ഡോക്ടർ YS മോഹൻകുമാർ. ചികിത്സാ വൈദഗ്ധ്യവും ഭരണപാഠവും ഒത്തുചേർന്ന ബഹുമുഖ പ്രതിഭയാണ് കോഴിക്കോട്ടെ മലബാർ ഹോസ്പിറ്റൽസ് MD ഡോക്ടർ PA ലളിത. സന്നദ്ധ സേവന രംഗത്തും സാംസ്കാരിക രംഗത്തും കോഴിക്കോട്ടെ നിറസാന്നിധ്യം കൂടിയാണ് ഡോക്ടർ ലളിത. സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷയും
സാമ്പത്തിക സുരക്ഷിതത്വവും ലക്ഷ്യമാക്കി ഡോക്ടർ ലളിത നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. മാർച്ച് 15-ന് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക്. പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ കല്യാൺ സിൽക്സിന്റെ കാസർഗോഡ് ഷോറൂം നടൻ പൃഥ്വിരാജ് ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം, കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 4 നിലകളിലായി 30,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ളതാണ് ഷോറൂം. ശ്രീ രവിശങ്കറിന് പിഴയെടുക്കാനുള്ള സമയം ഗ്രീൻ ട്രിബ്യൂണൽ നീട്ടി നൽകിയിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കർ ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. മനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, ദേശീയ ഹരിത ട്രൈബ്യൂണൽ പ്രത്യേക ബെഞ്ചാണ് ഇത് സംബന്ധിച്ചുള്ള വാദം കേട്ടത്. ഈ വാദം കേട്ടതിന് ശേഷം നിലവിൽ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടന ഈ പണം ഒടുക്കാനാവില്ല എന്നത് സംബന്ധിച്ചുള്ള യാതൊരു കാര്യങ്ങളും ട്രൈബ്യൂണൽ മുമ്പാകെ വ്യക്തമാക്കില്ല. നിലവിൽ യാതൊരു മറുപടിയും ട്രൈബ്യൂണൽ മുമ്പാകെ നൽകിയില്ല എന്ന് പറയുന്നതാകും കൂടുതൽ വ്യക്തത. ഇതിനാൽ തന്നെ നാളെ 5 മണിക്കാണ് നിലവിൽ ഈ ലോക സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് 5 മണിക്ക് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇതിനു മുമ്പായി ഈ 5 കോടി രൂപ പിഴത്തുക ദേശീയ ഹരിത ട്രൈബ്യൂണൽ മുമ്പാകെ അടയ്ക്കണമെന്നാണ് ഇപ്പോൾ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ബെഞ്ച് തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ 5 കോടി രൂപ പിഴത്തുക അടച്ചില്ലെങ്കിൽ നാളെ നടത്തേണ്ട പരിപാടിയുടെ അനുമതി റദ്ദാക്കുമെന്നും ഹരിത ട്രൈബ്യൂണൽ തന്നെ വ്യക്തമാക്കി. അതിനാൽ തന്നെ നാളെ 5 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിന്റെ അനിശ്ചിതാവസ്ഥ വീണ്ടും നീളുകയാണ്. പിഴത്തുക അടയ്ക്കാനുള്ള സമയം ഇപ്പോൾ നാളെ വരെ നീട്ടി നൽകിയിരിക്കുന്നു. പിഴത്തുക അടച്ചില്ലെങ്കിൽ അനുമതി റദ്ദാക്കുമെന്നും ഇപ്പോൾ ഹരിത ട്രൈബ്യൂണൽ അറിയിച്ചിരിക്കുകയാണ്. നേരത്തെ മനു ശങ്കറാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ശ്രീ രവിശങ്കറിന് പിഴയടയ്ക്കാനുള്ള സമയം നാളെ വരെ നീട്ടി നൽകിയിരിക്കുന്നു.